ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തെ അധികരിച്ചുള്ളതായ ചില വാക്കുകളാണല്ലോ ചിന്തിച്ച് നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ് എന്നുള്ളതായ വിലയേറിയ സത്യം പല ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഈ വാക്യത്തിൽ നമ്മൾ കണ്ടതായ കാര്യം അന്തിപ്പാസിനെ കുറിച്ചുള്ളതായ മനോഹരമായൊരു സാക്ഷ്യമാണ് സഭാകാന്തൻ വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്ന് പെർഗമോസിലെ സഭയെ കർത്താവ് പ്രശംസിക്കുന്ന വാക്കുകളാണ് നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ പഠനത്തോട് ബന്ധപ്പെട്ട് വിശ്വസ്തനായ അന്തിപ്പാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ആ 2 പ്രയോഗങ്ങൾ നമ്മളൊന്ന് നോക്കിപ്പോകാം എന്ന് കരുതുകയായിരുന്നു. ആരാണ് വിശ്വസ്തൻ, ആരാണ് അവിശ്വസ്തൻ എന്നുള്ളത് മനുഷ്യർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സഭകളുടെ ക്രിസ്തു അതെല്ലാം വളരെ കൃത്യമായി ഉൾക്കൊള്ളുന്നവനാണ്, നിരീക്ഷിക്കുന്നവനാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. അതിലാദ്യത്തെ വാക്കാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അന്തിപ്പാസ് എൻ്റെ സാക്ഷിയാണ് എന്നുള്ളതായ കാര്യം സഭാകാന്തൻ വെളിപ്പെടുത്തുകയാണ്. ഞാനൊരു ഗ്രഹപാഠം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് നിർത്തിയത്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം ഒരു കൊച്ചു വാക്യമാണ്. അവിടെ നമ്മൾ കാണുന്നത് ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. അത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ മഹാനിയോഗത്തിൽ ഉൾപ്പെടുന്നതായ കാര്യമാണ്. അതിൻ്റെ ഒരു ചോദ്യം ചോദിച്ചാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു എന്ന് പറയുമ്പോൾ ന്യായമായൊരു ചോദ്യം ആ വാക്യത്തിൽ നിന്ന് ചോദിക്കാം, ഏതിന്? അപ്പോൾ അതാണ് ഞാൻ നോക്കിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്. അതെ, അപ്പോൾ അവിടെ ആ മുൻ വാക്യത്തിൽ ഏതിന് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ 46-ഉം 47-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വളരെ ലളിതമായ കാര്യമാണ്, എന്നാൽ ആ സത്യം ഇവിടെ ചേർത്ത് ഓർക്കാം. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകും. അപ്പോൾ അവിടെ ആ കാര്യത്തിൽ യാതൊരു അവ്യക്തതയുമില്ല. 46-47 വാക്യങ്ങളിലായി കർത്താവ് മഹാനിയോഗം കൊടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ വാക്യത്തിൽ കൊടുക്കുന്നത്. മാർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ ഈ നിയോഗം വായിക്കുമ്പോൾ ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്നുള്ളതായ ആ കൽപ്പനയാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇവിടെ അത് പറയുമ്പോൾ ആ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നുള്ളതിൽ അത് ഉൾപ്പെടുമെങ്കിലും അതെന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി കർത്താവ് ഓർപ്പിക്കുകയാണ്. 4 പ്രസംഗ വിഷയങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് അതോട് ചേർത്ത് പറയുന്നത് എന്താണ്? ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. അപ്പോൾ
ഈ കാര്യം പ്രസംഗിക്കണം എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ ഈ 4 കാര്യങ്ങളുടെ സാക്ഷികളായിട്ട് ദൈവമക്കളായ നമുക്ക് ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ അതിലർത്ഥമാക്കപ്പെടുന്ന വളരെ ഉന്നതമായൊരർത്ഥം നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ ഒത്തിരി വിശദാംശങ്ങളിലൂടെ നമ്മൾ പോകുന്നില്ല, എങ്കിലും ഈ 4 കാര്യങ്ങൾ ഈ വാക്കിനോട് ചേർത്ത് നമ്മൾ നോക്കിപ്പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മരണത്തിന് നാം സാക്ഷികളായിട്ട് ജീവിക്കണം. ഒരു മരണത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായിട്ടുള്ളതായൊരു കാര്യമാണ്, ഒത്തിരി ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കർത്താവ് ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. നാം എല്ലാവരും അറിയുന്നതാണെങ്കിലും കർത്താവിൻ്റെ മരണം എന്നുള്ളത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അത് നമുക്ക് ദൈവവചനത്തിലൂടെ ധാരാളം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ പരിചയമുള്ള 1-2 വാക്യങ്ങൾ പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. നമുക്ക് ആ വാക്യങ്ങൾ എടുത്ത് വായിക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ വായിക്കാതെ തന്നെ നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം ഇവിടെ പറയുന്നതാണ്: ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ചു. പൗലോസിൻ്റെ വാക്കുകളിൽ നമ്മളത് ഓർക്കാറുണ്ടല്ലോ. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അതാണ് സുവിശേഷത്തിലെ ഏറ്റവും കാതലായ വിഷയം. അപ്പോൾ അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, കർത്താവിൻ്റെ മരണമില്ലാത്ത പ്രസംഗം സുവിശേഷ പ്രസംഗമായിട്ട് തീരുന്നില്ല. അപ്പോൾ അവിടെ കർത്താവിൻ്റെ നിയോഗവും പൗലോസിൻ്റെ അതിനുള്ള അനുസരണവും നാം ഈ വാക്യങ്ങളിൽ ചേർത്ത് ഉൾക്കൊള്ളുമ്പോൾ അപ്പോസ്തലന്മാർ ഈ സത്യം എത്രയോ വ്യക്തമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഒരു വാക്യം കൂടി എൻ്റെ മനസ്സിൽ വരികയാണ്. ആദ്യത്തെ സഭാചരിത്രത്തിലെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം പൗലോസിൻ്റെ അല്ല, പിന്നെ പത്രോസിൻ്റെയാണ്. ആ പ്രവൃത്തിയുള്ള ദിവസം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അവിടെ പത്രോസ് എടുത്തു പറയുന്നൊരു ശക്തമായ വാചകമുണ്ട്: നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. എന്ത് രൂക്ഷമായ വാക്കുകളാണ് ആ സത്യം വെളിപ്പെടുത്തേണ്ടതിനു വേണ്ടി ദൈവത്തിൻ്റെ ദാസൻ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം ആ പ്രസംഗത്തിലെ മുഖ്യ ഘടകമായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ ആ മരണത്തെ പ്രസംഗിക്കേണ്ടിയ ആളുകളാണ്. അതിൻ്റെ കാരണങ്ങളിലേക്കൊക്കെ ഞാൻ പോയാൽ പിന്നെ അവിടെ തന്നെ നമ്മൾ ഇന്ന് നിന്ന് പോകുവാൻ ഇടയായിട്ട് തീരും. നമ്മൾ ആരാധനയോഗത്തിലൊക്കെ പാടാറുണ്ട്, ഓർക്കാറുണ്ടല്ലോ: നിൻ മരണം കൊണ്ടെൻ്റെ വൻ നരകം നീ അകറ്റി. അത് സുവിശേഷത്തിൻ്റെ ഏറ്റവും ലളിതമായ സത്യമാണ്. അപ്പോൾ നമുക്ക് സുവിശേഷം പറയുമ്പോൾ നരകശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് നമ്മുടെ അനുവാചകർക്ക് പകർന്നു കൊടുക്കേണ്ട കാതലായ സന്ദേശം. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പറയാതെ അത് പങ്കിടാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ കാര്യം എത്രയോ പ്രധാനപ്പെട്ടതാണ്. 1-2 റെഫറൻസ് കൂടി ഒന്ന് കുറിച്ചിട്ടോളൂ. 11-ാം അധ്യായത്തിന് 26-ാമത്തെ വാക്യത്തിൽ ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് കർത്തൃമേശ ആചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വായിക്കാതെ പറയാമല്ലോ. അത് നാം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ
അകത്തിരുന്ന് ആരാധിക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ അകത്തിരുന്ന് ആരാധിക്കുന്ന ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് പുറത്തിറങ്ങി ഈ മരണത്തെക്കുറിച്ച് പ്രസംഗിക്കണം എന്നുള്ളത്. ഞാൻ അതിലധികം അത് പറയുന്നില്ല. ഒരു വാക്യം കൂടി നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് പോകാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. മറ്റ് 2 വാക്യങ്ങളോളം ഈ വാക്യത്തിന് ചിലപ്പോൾ പരിചയമില്ലായിരിക്കാം, പരിചയമുള്ളവരും കാണുമായിരിക്കാം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ ഭർത്തി ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നത്, ഞങ്ങൾ യേശുവിൻ്റെ മരണം എപ്പോഴും ശരീരത്തിൽ വഹിക്കുകയാണ്. ഇത് വളരെ അർത്ഥവ്യാപ്തിയുള്ളതായൊരു പ്രയോഗമാണ്. ഈ 3 പ്രയോഗം കൂടി ഒന്ന് ചേർത്ത് ഓർത്താൽ ഒത്തിരി മനോഹാരിത അതിന് ഉണ്ട്. നമ്മൾ യേശുവിൻ്റെ മരണം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നു. നമ്മൾ ആരാധിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ ആ മരണത്തെ പ്രസ്താവിക്കുന്നു. സുവിശേഷവുമായി പുറത്തിറങ്ങുമ്പോൾ ആ മരണത്തെ പ്രസംഗിക്കുന്നു. യേശുവിൻ്റെ മരണം ശരീരത്തിൽ വഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്നതായ കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം ശരീരത്തിൽ വഹിക്കുന്നതിനാൽ സാധിക്കുന്ന കാര്യം ആ വാക്യം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്. എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ മരണം എപ്പോഴും ശരീരത്തിൽ വഹിക്കുന്ന ആളുകൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ അവരുടെ ശരീരത്തിൽ വെളിപ്പെടുത്തപ്പെടുവാൻ ഇടയായിട്ട് തീരും. അത് വളരെ സമഗ്രമായി വിശദീകരിക്കാം. എന്നാൽ ഞാനൊരു സൂചന മാത്രം പറയുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പാപത്തിന് മരിച്ചതാണെന്ന് എണ്ണി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൽ ആ ദൈവ പൈതലിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിലൂടെ ക്രിസ്തു ജീവിക്കുവാൻ ഇടയായിട്ട് തീരും. ഈ അവയവങ്ങൾ പാപത്തിന് മരിച്ചതാണെന്ന് എണ്ണി ജീവിക്കുമ്പോഴും ഈ അവയവങ്ങൾ പിന്നെ ജീവിക്കുന്നത് ക്രിസ്തു അവരിൽ ജീവിക്കേണ്ടതിന് വേണ്ടിയായിരിക്കും. അപ്പോൾ പൗലോസ് അത് എന്ത് മനോഹരമായിട്ടാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളും പാപത്തിന് മരിച്ചതാണെന്ന് എണ്ണി ആ അനുഭവത്തിൽ ജീവിക്കുന്നവരിലെ ക്രിസ്തു ജീവിക്കുവാൻ ഇടയായിട്ട് തീരുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് തെളിവായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. അപ്പോൾ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമ്മൾ ആ മരണത്തിൻ്റെ സാക്ഷ്യം കൊടുക്കുകയാണ്. കാരണം പാപത്തിന് മരിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ മരണത്തോടുള്ള ഏകീഭാവത്തിൻ്റെ പ്രധാനപ്പെട്ടതായ ഘടകമാണ്. സ്നാനത്തിൽ 3 ഏകീഭാവങ്ങളുണ്ടല്ലോ. ഒന്ന്, നാം പാപത്തിന് മരിക്കുകയാണ്. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നാം പാപത്തിന് മരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തോടുള്ള ഏകീഭാവം എന്നുള്ളത് അതോട് ചേർന്ന് വരുന്നതായ കാര്യമാണ്. അതിൻ്റെ ഇടയിലുള്ളത് അവൻ്റെ അടക്കത്തോടുള്ള ഏകീഭാവമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സ്നാനത്തിൽ നിർവഹിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ നാം ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ ജീവിക്കുകയാണ്. പാപത്തിന് ചത്തവരായിട്ട് നാം ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ ജീവിക്കുവാൻ, നമ്മുടെ അവയവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തപ്പെടുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളതായ മനോഹരമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ മഹാനിയോഗത്തിൽ പെട്ടതാണ് സാക്ഷ്യം വഹിക്കണം എന്നുള്ളത്.
അത് ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണെന്നിങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നത് മാത്രമല്ല, പിന്നെയോ നമ്മൾ ഓരോ ദിവസവും ഈ മരണത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ ശരീരത്തിലൂടെ നമ്മോട് ഇടപെടുന്ന ആളുകൾക്ക് നൽകിയാണ് ജീവിക്കേണ്ടിയത്. എന്തൊരു ഉന്നതമായ ഉത്തരവാദിത്തമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത് കൂടുതൽ സവിസ്തരമായി ചിന്തിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ വിടുകയാണ്. അതുകൊണ്ട് വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ അനേക ഭക്തന്മാർ തങ്ങൾ പാപത്തിന് മരിച്ചവരാണെന്ന് അവരുടെ ഓരോ ദിവസത്തെ ജീവിതത്തിലൂടെയും വെളിപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പാലിച്ച് വിശുദ്ധി സൂക്ഷിക്കുവാൻ മരണം വില കൊടുത്തിട്ടുള്ള അനേക ഭക്തന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ചിന്താവിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തത്, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. പഴയമത്തിലും പുതിയമത്തിലും അങ്ങനെയുള്ള വിശ്വസ്തന്മാർ ഉണ്ട്. ഞാൻ ഓരോ പേരുകൾ പറയാം. ഈ സത്യത്തോടുള്ള വിശ്വസ്തത സൂക്ഷിക്കേണ്ടതിനു വേണ്ടി മരണം ഏൽക്കേണ്ടി വന്ന ഭക്തനാണ് നാബോത്ത്. അദ്ദേഹത്തെ നമുക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല. ദൈവത്തിൻ്റെ വചനത്തിലൊരു പ്രമാണ യഹൂദന് എഴുതി കൊടുത്തിട്ടുണ്ട്, നിലം ജന്മം എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അപ്പോൾ അത് വിൽക്കുന്നത് കൽപ്പന ലംഘനമാണ്. അപ്പോൾ രാജാവിന് ഇദ്ദേഹത്തിൻ്റെ നിലം വേണം. അദ്ദേഹം പറഞ്ഞു അതങ്ങനെ തരാൻ പറ്റില്ല, കാരണം അതെൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ്, അത് കൊടുക്കരുതെന്ന് പ്രത്യേകം കൽപ്പന ഉണ്ട്. അപ്പോൾ ആ കൽപ്പന സൂക്ഷിക്കേണ്ടതിന് വേണ്ടി ആ ദൈവമനുഷ്യൻ നിൽക്കുമ്പോൾ താൻ മരണവും താനും കുടുംബവും മരണം ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ മരണത്തോടുള്ളതായ ആ പാപത്തോടുള്ളതായ പോരാട്ടത്തിൽ മരണം വില കൊടുക്കുന്ന ഭക്തനെ നമ്മൾ കാണുകയാണ്. പുതിയ നിയമത്തിൽ ധാരാളം രക്തസാക്ഷികളുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ചെയ്ത ആളുകളാണ്. ഒരു രക്തസാക്ഷിയുടെ ചരിത്രം നമുക്ക് വിശദമായിട്ട് അറിയാമല്ലോ, ആ സ്തേഫാനോസിൻ്റെ. അപ്പോൾ അവിടെ താൻ കർത്താവിനു വേണ്ടി മരണപര്യന്തം വിശ്വസ്തനായിട്ട് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് സാക്ഷ്യം നഷ്ടപ്പെടുത്തി പിന്നെയും കുറച്ചു കാലമൊക്കെ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. അവർ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ പെടുകയില്ല. പിന്നെയോ അവർ മരണം അതിനുവേണ്ടി ഏറ്റെടുത്ത് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയ ആളുകളാണ് ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അവൻ്റെ മരണത്തിൻ്റെ സാക്ഷികളാണെന്നുള്ളത്, പാപത്തിന് മരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസവും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ഏതിന്? രണ്ടാമത്തെ ഉത്തരം എന്താണ്? രണ്ടാമത്തെ ഉത്തരം അതിൻ്റെ താഴെയുണ്ട്. പ്രസംഗ വിഷയത്തിൽ രണ്ടാമത്തേത് ഏതാണ്? ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ ക്രിസ്തു കഷ്ടമനുഭവിച്ച് മരിച്ച കാര്യം പ്രസംഗിക്കണം. പിന്നെ അടുത്ത വിഷയം പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കാര്യം പ്രസംഗിക്കണം. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യ സത്യമാണ്. അതുകൊണ്ട് ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 30 വർഷത്തെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാർ ഏറ്റവും അധികം പറഞ്ഞത് മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മരണം അന്നത്തെ ആ തലമുറയ്ക്ക് വളരെ പരിചയമുള്ളൊരു കാര്യമാണ്. ഈ 30 വർഷത്തെ ചരിത്രത്തിൽ അവർ യെരുശലേമിലാണല്ലോ ഇത് തുടങ്ങാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ യെരുശലേമിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ മരണം. അതെല്ലാവർക്കും അറിയാമെങ്കിലും ആ തലമുറ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചൊരു സത്യമാണ് പുനരുത്ഥാനം. കാരണം യഹൂദ മതത്തിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ അവനെ കട്ടുകൊണ്ടുപോയി എന്നിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്നതാണെന്നൊരു കള്ളക്കഥ പ്രചരിപ്പിക്കാനിടയായിട്ട് തീർന്നു
എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ചരിത്രത്തിലൊക്കെ നമ്മൾ പ്രധാനമായും കാണുന്നത് അവരവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ തലമുറയ്ക്കൊരു നടുക്കമാണ്. ഇത് മറയ്ക്കാനായിട്ട് കള്ളക്കഥ ഉണ്ടാക്കിയ ആളുകൾക്കും അതൊരു നടുക്കമാണ്. കാരണം കള്ളക്കഥയാണെന്നുള്ളത് അവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവർ ഈ സാക്ഷ്യം വളരെ ശക്തമായി ആ തലമുറയിൽ വഹിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. യെരുശലേമിനെ അവർ ഉപദേശം കൊണ്ട് എന്ത് ചെയ്യുകയായിരുന്നു? നിറയ്ക്കുകയായിരുന്നു. പ്രവൃത്തി 5:28 നമ്മളത് വായിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് നമ്മളവിടെ കാണുന്നതായ മനോഹരമായൊരു സത്യം, പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ അതിൽ ഒത്തിരി ആത്മീക സത്യങ്ങളുണ്ട്. അതിലേക്കെല്ലാം നമ്മൾക്കിപ്പോൾ പോകാനായിട്ട് നിവൃത്തിയില്ല. പക്ഷേ ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നലെയൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു സാരമായ ചിന്തയുണ്ട്. നമുക്ക് പാപത്തിന് മരിച്ചവരായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചാൽ നമുക്ക് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതം കൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്മുർന്ന സഭ വിജയിച്ചത് എങ്ങനെയാണ്? സഹനത്തിൻ്റെ വഴിയിലാണ്. അവർക്ക് കഷ്ടതയും ദാരിദ്ര്യവും സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ തോറ്റില്ല. അവർ അതെല്ലാം സഹിച്ച് ജയാളികളായിട്ട് തീർന്നു. ഇന്നലെ നമ്മിൽ ചിലരൊക്കെ പങ്കുകൊണ്ടതായ ഒരു ശവസംസ്കാരത്തിൽ ഞാൻ അതിൽ പങ്കുകൊണ്ടപ്പോൾ ഓർത്തു, സഹനത്തിൻ്റെ പാതയിൽ ജയാളിയായൊരു സഹോദരിയാണ് ഇന്നലെ ഊരമനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട് അടക്കപ്പെടാനിടയായിട്ട് തീർന്നത്. എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് ആ കുടുംബത്തെ അറിയാം. സഹനത്തിൻ്റെ അസാധാരണമായ വഴിയിലൂടെയാണ് ആ സഹോദരി കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. ആദ്യ നാളുകളിലൊക്കെ എങ്ങനെ ഈ സഹോദരി ജയിക്കുമെന്നുള്ളത് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടുകൂടി ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ആ ശവസംസ്കാരത്തിൽ പങ്കുകൊണ്ടപ്പോൾ ഞാൻ ഓർത്തു, സഹനത്തിൻ്റെ പാതയിൽ ആർക്കും ജയിക്കാം, ആർക്കും ജയിക്കാം. സഹിക്കുന്നവരാണ് കൂടെ വാഴുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും ഒക്കെ ജയിക്കണമെങ്കിൽ നമ്മൾ സഹനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ലല്ലോ. സഹനം മരണത്തോടുള്ള ഏകീഭാവമാണെങ്കിൽ വിജയം പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് കഷ്ടമനുഭവിച്ചാണ് മരിച്ചത്. ആ പുനരുത്ഥാനം ആ മരണത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതായിരുന്നു എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിലൂടെ ഒത്തിരി കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സാധിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപപ്രശ്നത്തിന് സമൂലമായ പരിഹാരം ഉണ്ടാക്കി. റോമർ 4:24 നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവൻ ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ നീതീകരണത്തിനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കെല്ലാം അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ, ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാം പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ചപ്പോൾ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. ഒരു പാപി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ ശരിക്കും അവൻ്റെ പുനരുത്ഥാനമാണ് ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രചോദനമായിട്ടുള്ളതായ ഘടകം. ഷണ്ണനോട് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. സ്നാനത്തിന് ഷണ്ണൻ ആവശ്യപ്പെട്ടു.
അപ്പോൾ ഫിലിപ്പോസിൻ്റെ ഉത്തരം എന്തായിരുന്നു? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. അപ്പോൾ ഷണ്ണൻ എന്ന് പറഞ്ഞ ഉത്തരം വളരെ വ്യത്യസ്തമാണ്. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണ്ണയിക്കപ്പെട്ടത് ഏത് വഴിക്കാണ്? ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ്. ഇതൊക്കെ ഷണ്ണൻ വിശ്വസിച്ചതും സാക്ഷ്യപ്പെടുത്തിയതുമൊക്കെ കർത്താവിൻ്റെ മരണവും പുനരുദ്ധാനവും കഴിഞ്ഞ് ചില മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ യെരുശലേമിൽ പോയി നമസ്കരിക്കാൻ പോയി വരുമ്പോൾ ഈ കഥകളൊക്കെ അവിടെ കേട്ട് കാണും. കള്ളക്കഥകളും കേട്ട് കാണും. ഉയർത്തെഴുന്നേൽപ്പ് തടയാനുള്ള കള്ളക്കഥകളും കേട്ട് കാണും. പക്ഷെ ഫിലിപ്പോസിൽ നിന്ന് സുവിശേഷം കേൾക്കുമ്പോൾ അത് വിശ്വാസ്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ഷണ്ണൻ പറയുകയാണ്, യേശുക്രിസ്തു ദൈവപുത്രൻ എന്നുള്ളതായ കാര്യം ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷ്യം എന്നുള്ളത് എത്രയോ മനോഹരമായൊരു സത്യമാണ്. ഒരു വാക്കുകൂടി ഞാനൊന്ന് ചേർത്ത് പറയട്ടെ. ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അധ്യായമുണ്ട് നമുക്ക്, 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അപ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വളരെ താത്വികമായിട്ടും പൗലോസ് തെളിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുള്ളതാണ്. മൂഢ, നീ വിതച്ചത് ചത്തില്ല എങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പൗലോസ് അതിൻ്റെ ന്യായങ്ങൾ പ്രകൃതിയിൽ നിന്ന് തെളിയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറഞ്ഞാണ് മരിച്ചവർക്ക് പുനരുദ്ധാനമുണ്ടെന്നുള്ളത് പൗലോസ് വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് മരിച്ചവർക്ക് പുനരുദ്ധാനമുണ്ടെന്നുള്ളതായ കാര്യം അവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം, അവിടെ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കാത്തവരുടെ ഒരു ജീവിതശൈലിയുണ്ട്. ഞാൻ ഈ അടുത്ത നാളിലായിട്ട് കൂടെ പറയാറുള്ളൊരു കാര്യമാണത്. 15-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കാത്തവരുടെ ജീവിതശൈലിയാണ്. തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് യാതൊരു കാഴ്ചയും ഇല്ല. ഇവിടെ തിന്നു കുടിച്ച് അവസാനിച്ചാൽ മതി എന്ന് വിചാരിക്കുകയാണ്. ഈ തലമുറയുടെ പ്രത്യേകത അതാണ്. ഉയർത്തെഴുന്നേൽപ്പ് വിശ്വാസമില്ലാത്ത ആളുകൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളതായ ചിന്തകൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം ആസ്വദിക്കണമെന്നാണ് അവരുടെ ജീവിത ദർശനം. അതാണ്. എന്നാൽ 34-ാമത്തെ വാക്യത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കുന്നവരുടെ ഒരു ജീവിത ദർശനമുണ്ട്. അത് ഓർക്കുന്നുണ്ടോ? അത് നമ്മൾ ഓർത്തിട്ടുണ്ട് നേരത്തെ. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ. അടുത്ത വാക്ക് ഓർക്കണ്ടോ? പാപം ചെയ്യാതിരിപ്പിൻ. അപ്പോൾ ഒരു വ്യക്തി നീതിക്ക് നിർമ്മതനായി ഉണർന്ന് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് നമ്മുടെ മേൽ കണക്കിട്ടതായ നീതിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയോടുകൂടി ആ വ്യക്തി ജീവിക്കുമ്പോൾ പാപം ചെയ്യാതെ ജീവിക്കും. പാപം ചെയ്യാതെ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഒരാൾ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും പ്രകടമായിട്ടുള്ള സാക്ഷ്യമാണ്. ഞാനൊരു വാക്യം, പരിചയമുള്ളൊരു വാക്യം പറയാം. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മരണം, നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനം, അതിൻ്റെ പ്രായോഗികമായ തെളിവ് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവപൈതലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ്റെ നല്ല സാക്ഷികളായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ഈ അന്തിപ്പാസ് എൻ്റെ സാക്ഷിയാണെന്ന് കർത്താവ് പറയുമ്പോൾ ആ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവകൃപയെ എത്ര മനോഹരമായിട്ടാണ് അവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. 3-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. 3-ാമത്തെ കാര്യമാണ് ഏതാണ്? ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ഏതിന്? 3-ാമത്തെ ഉത്തരം
അവൻ്റെ നാമത്തിൽ മാനസാന്തരം അത് പ്രസംഗിക്കണം. മാനസാന്തരം അത് പ്രസംഗിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉൾക്കൊള്ളുന്നതായ വളരെ പ്രധാനപ്പെട്ടതായൊരു സാക്ഷ്യം ഉണ്ട്. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെടുകയാണ്. മാനസാന്തരം അല്ലാതെയും പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ളതായ കുറ്റബോധവും പശ്ചാത്താപവും എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാനസാന്തരപ്പെടാനും പശ്ചാത്തപിക്കാനും ഒക്കെ ഉള്ള സമയത്തിന് മതങ്ങൾ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ ആ പേരെന്താണ്? ഈ നൊയമ്പ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ട്. എല്ലാ മതക്കാർക്കും അത് ഉണ്ട്. അപ്പോൾ സാധാരണ ഇത് ഭക്ഷണം കഴിക്കണേലേ സാധാരണ ആളുകൾ ചിന്തിക്കാറുള്ളൂ. പക്ഷേ വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടിയാണോ അത്? അല്ല. തങ്ങളുടെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് യഥാസ്ഥാനപ്പെടാനുള്ള സമയമായിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത് പകുതി ശരിയാണത്. എന്ന് പറഞ്ഞാൽ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും ശുദ്ധീകരണം പ്രാപിക്കാനും സാധിക്കുന്നത് നല്ലതാണ്. പക്ഷെ ക്രിസ്തു മാർഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പശ്ചാത്താപം മാത്രം പോരാ, പിന്നെ ദൈവം ഒരുക്കിയതായ പ്രായശ്ചിത്തത്തിലുള്ള വിശ്വാസം പ്രധാനപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് നല്ല മാനസാന്തരമുണ്ട്, പ്രായശ്ചിത്തത്തിലുള്ള വിശ്വാസം ഇല്ല, ആൾക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുമില്ല. അപ്പോൾ പശ്ചാത്താപത്തോടൊപ്പം മാനസാന്തരത്തോടൊപ്പം ദൈവം ഒരുക്കിയ ആ പ്രായശ്ചിത്ത മരണത്തിലുള്ള ആ വിശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മാനസാന്തരം മാത്രമല്ല, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ ആ മാനസാന്തരത്തോട് ചേർന്ന് ഈ വിശ്വാസം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ലോകത്തിലെ മതങ്ങളും ക്രിസ്തു മാർഗവും തമ്മിലുള്ളതായ ഏറ്റവും സാരമായ വ്യത്യാസം അതാണ്. അതുകൊണ്ട് കർത്താവ് പ്രസംഗിക്കാനായിട്ട് മാനസാന്തരം നിങ്ങൾ പ്രസംഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നാമത്തിലുള്ള മാനസാന്തരം, പ്രിയപ്പെട്ടവരെ, അപ്പോൾ അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പ്രസംഗമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വലിയ സന്ദേശം നൽകാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അതിൽ പ്രാഗൽഭ്യത്തിന് രണ്ട് കാര്യങ്ങൾ നമുക്കതിൽ ഓർക്കാം. നമ്മൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ഈ കൃപയിലേക്ക് വന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിക്കാനും സാക്ഷ്യപ്പെടുത്താനുമുള്ളതായ ന്യായമായ ധാർമ്മികമായ പ്രാഗൽഭ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യാം. പിന്നെ ഈ സഭകളുടെ തോതിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെന്നുള്ളത് കൊണ്ട് 5 സഭകൾക്ക് കർത്താവ് മാനസാന്തര സന്ദേശം കൊടുത്തിട്ടുണ്ട്, അല്ലേ? 5 സഭകൾക്ക് മാനസാന്തര സന്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സഭകളുടെ പേരുകളൊക്കെ നമുക്കറിയാം. ആ സന്ദേശം ഇല്ലാത്ത 2 സഭകളുണ്ട്, അത് പറയാനുള്ള എളുപ്പം. സ്മുർന്ന സഭയ്ക്കും ഫിലദൽഫിയ സഭയ്ക്കും ഇല്ല. ബാക്കി 5 സഭകൾക്കും മാനസാന്തരത്തിൻ്റെ സന്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളുകൾക്കും തുടർന്നും മാനസാന്തരത്തിൻ്റെ ആവശ്യകതയുണ്ട്. അത് ഈ ദൂതുകൾ നൽകുന്ന വളരെ പ്രധാനപ്പെട്ടതായൊരു സന്ദേശമാണ്. അപ്പോൾ ഞാൻ ഈ ദൂതുകളെക്കുറിച്ചൊക്കെ ഒത്തിരി വർഷങ്ങളായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് കുന്നക്കുരുടി സഭയിലെ ബൈബിൾ ക്ലാസ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഈ 2 സഭകൾക്ക് എന്തുകൊണ്ടാണ് മാനസാന്തരത്തിനുള്ള സന്ദേശം കൊടുക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം
ക്ലാസ്സിൽ ചോദിക്കാനിടയായിട്ട് തീർന്നു. ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു സഹോദരനാണ് അതിൻ്റെ ഉത്തരം പറഞ്ഞത്. അദ്ദേഹം മാത്രമേ അതിൻ്റെ ഉത്തരം പറഞ്ഞുള്ളൂ. കുന്നക്കുരിയിലുണ്ടായിരുന്ന ഔസേഫ് സാറിലാണ്. അദ്ദേഹം ഞാൻ ക്ലാസ്സുകൾ തുടങ്ങിയ കാലം മുതലേ ക്ലാസ്സിലെ ഒരു സ്ഥിരം അംഗമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം ഞാൻ പിന്നീട് ഒത്തിരി ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ 2 സഭകൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന സഭകളായിരുന്നു. അപ്പോൾ അങ്ങനെ 2 സഭകൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാകെ കൊണ്ട് കർത്താവ് പ്രത്യേകിച്ച് അവരോട് മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞില്ല. പ്രിയപ്പെട്ടവർ, വിശുദ്ധ ജീവിതം മാനസാന്തരത്തിൻ്റെ തുടർമാനമായ അനുഭവത്തിലേ സാധിക്കുകയുള്ളൂ. നമ്മിൽ പാപം വസിക്കുന്നു എന്നുള്ളതുകൊണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടെ ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ആന്തരികമായിട്ടോ കാഴ്ചയിലോ ഒക്കെയുള്ള പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് ക്രമപ്പെടുന്ന ദൈവമക്കൾക്ക് ദൈവസന്നിധിയിൽ സ്വീകാര്യതയോടെ സാക്ഷ്യം വഹിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, എൻ്റെ നാമത്തിലുള്ള മാനസാന്തരത്തിന് നിങ്ങൾ സാക്ഷികളാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ, മാനസാന്തരം പുറത്തുള്ളവരോട് പ്രസംഗിക്കുന്ന നാം മാനസാന്തരത്തിൻ്റെ തുടർമാനമായ അനുഭവത്തിൽ ജീവിക്കുന്നവർ ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. യോഹന്നാൻ സ്നാപകൻ്റെ ഒരു ശക്തമായ സന്ദേശം സ്നാനപ്പെട്ടവർക്കുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അപ്പോൾ ആ മാനസാന്തരം പ്രസംഗിക്കുന്നതിനുള്ള ധാർമ്മിക പ്രാഗൽഭ്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതായൊരു ഘടകമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. നമുക്ക് കർത്താവിൻ്റെ മാനസാന്തര സന്ദേശത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. 4-മത്തേതും കൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 4-മത്തെ പ്രസംഗ വിഷയം എന്താണ്? അവൻ്റെ നാമത്തിൽ പാപമോചനം ഉണ്ട്. അപ്പോൾ ഇത് സാക്ഷ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഓർക്കാനായിട്ട് കഴിയേണ്ടുന്നതായൊരു കാര്യം, ഈ അവൻ്റെ നാമത്തിലുള്ള മാനസാന്തരവും അതിൻ്റെ അനുഗ്രഹമായ പാപമോചനവും ഒരു ദൈവമക്കളായ നാം അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിനൊരു പ്രായോഗികമായ വശം ഉണ്ട്. ഇത് ശരിക്കും ആസ്വദിക്കുന്ന ആളുകൾക്ക്, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അനുഭവത്തിൽ വന്നു, അതൊരു പൂർവ്വകാല അനുഭവമായിട്ട് ഇരുന്നാൽ മതിയോ? പോരാ. പിന്നെയോ മാനസാന്തരത്തിൽ സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ നാം അനുഭവിച്ചതായ ആ പാപമോചനം എന്നുള്ളത് നമുക്ക് എപ്പോഴും ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാനായിട്ട് സാധിക്കണം. വളരെ പരിചയമുള്ള 1-2 വാക്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. വായിക്കേണ്ട. 2 പത്രോസ് 1-9 വാക്യം നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസ ജീവിതം നയിക്കാത്ത ആളുകളിൽ വരുന്ന ഒരു പാപമാണ് അവിടെ പറയുന്നത്. നമ്മൾ ഓർമ്മ വരുന്നുണ്ടത്. അവർ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ലഭിച്ച ശുദ്ധീകരണം അതെപ്പോഴും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എഫെസ്യർ 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ മുമ്പേ നമ്മൾ ആരായിരുന്നു എന്നിങ്ങനെ വിശദമായിട്ട് പറയുകയാണ്. നമ്മുടെ മുമ്പുണ്ടായിരുന്ന കുഴപ്പങ്ങളുമൊക്കെ ഒന്ന് ദീർഘമായ ലിസ്റ്റ് നമ്മളവിടെ വായിക്കുക. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ഭൂമിയിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു. അപ്പോൾ അതൊക്കെ പൂർവ്വകാലമാണ്. എന്തിനാ ഇവരെ ഇത് ഓർപ്പിക്കുന്നത്? ഇവരവിടെ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളാണ്.
അവർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, നമ്മൾ മുമ്പേ എങ്ങനെയായിരുന്നു? മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അപ്പോൾ അത് ഓർക്കുമ്പോൾ വിവേകത്തോടെ നമ്മൾ ഓർക്കുന്നത്, ദൈവമേ, ഞാൻ അനുഭവിച്ച പാപങ്ങളുടെ മോചനം എന്നുള്ളത് എന്തോ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം ഓർക്കുന്നവരെ ഓരോ ദിവസവും പാപം ചെയ്യാതെ വിശുദ്ധരായിട്ട് ജീവിക്കുകയുള്ളൂ. ഇത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ പാലിക്കേണ്ടുന്നതായ കാര്യമാണ്. ഈ ക്ഷമിക്കുന്ന കാര്യത്തിന് കർത്താവ് ഒരു ഉപമ പറയണ്ടല്ലോ. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ 18-ാം അധ്യായത്തിന് 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നോട്ട് ചെയ്തിട്ടോ നമുക്ക് അവിടുത്തെ കാര്യങ്ങളറിയാം. ഒരുത്തിന് 10,000 താലന്ത് ഇളച്ച് കിട്ടി. പോകുന്ന വഴിക്ക് അവനോട് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരുത്തനെ കണ്ടു. അപ്പോൾ അവിടെ ചെയ്ത കാര്യം നമുക്ക് അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി കടം വീട്ടുക എന്നൊക്കെ പറഞ്ഞ് വളരെ കഠിനമായിട്ട് ഇടപെടുക. ഈ 10,000 താലന്ത് ഇളച്ചു കൊടുത്ത ഈ യജമാനൻ അവനെ വിളിച്ച് ചോദിക്കണത്, നിനക്ക് ഞാൻ ഇത്രയും ഇത് ഇളച്ച് തന്നില്ലേ? അപ്പോൾ അത് ഓർക്കാനൊരു വിവേകം അവനുണ്ടായിരുന്നെങ്കിൽ, 100 വെള്ളിക്കാശ് പോട്ടെ, എനിക്ക് ഇളച്ച് കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ തുച്ഛമായിട്ടുള്ള ഒന്നാണ്. അത് വിവേകമുള്ള ഒരാൾ തിരിച്ചറിയും. ഞാനിന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നമുക്ക് കർത്താവ് തന്ന പാപമോചനത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞാൽ കൂട്ടുസഹോദരൻ്റെയോ അയൽവാസിയുടെയോ ഒക്കെ ഏത് പാപവും ക്ഷമിക്കാൻ പ്രയാസം ഉണ്ടാവുകയില്ല. നമ്മൾ ക്ഷമിക്കേണ്ടതിൻ്റെ എത്രയോ മടങ്ങാണ് നമുക്ക് ക്ഷമിച്ച് കിട്ടിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ 4-ാമത്തെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് അവൻ്റെ നാമത്തിലുള്ള പാപമോചനം. അപ്പോൾ അതിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ആരുടെ പാപവും ക്ഷമിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സാക്ഷ്യം എന്ന് പറയുന്നത് എത്രയോ മഹത്തരമായിട്ടുള്ളതായ ഒന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പോൾ സാക്ഷികളാകുക എന്ന് പറയുന്ന നിയോഗം എന്ന് പറയുന്നത് വളരെ വലിയൊരു നിയോഗമാണ്. പ്രവൃത്തി 1-8 വാക്യം നമ്മൾ ഇതിനോട് ചേർത്ത് ഓർക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അത് കേവലം പോയി സുവിശേഷം പറയുന്നുള്ളത് മാത്രമല്ല, പിന്നെ നമ്മൾ ചിന്തിച്ച ഈ 4 സത്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഞാനിതിനകത്ത് ഇങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവും ശക്തിയും ഒരു വിശ്വാസിക്കുണ്ടായാൽ അതിൻ്റെ ലക്ഷണം ഈ പറയുന്ന 4 കാര്യങ്ങളുടെ സാക്ഷിയായിട്ട് ആൾ ജീവിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നിറവിൽ ഓരോ ദിവസവും ജീവിക്കാനായിട്ട് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തെ സമൂലമായിട്ടും നിയന്ത്രിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഓരോ ദിവസവും ഈ 4 കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ജയാളികളായിട്ട് ജീവിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.